വീഡിയോ കപ്പടിയാ സിനാസ് കപ്പ് ഇതിലെടുക്കട്ടെ ഇതാരുടെ ഇറക്കി ഒന്ന് തിരിക്ക് സിറാജ് TCL സീസൺ 8 സെക്രട്ടറി ക്ഷണിക്കുന്നു. TCL സീസൺ 8 സമാപന ചടങ്ങുകൾക്കാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ആദ്യമായി വിജയികളായ FCക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ മികച്ച പ്രകടനം നടത്തി ഫൈനൽ വരെ എത്തി റണ്ണേഴ്സപ്പായ ടെർമിനേറ്റേഴ്സിനും അഭിനന്ദനങ്ങൾ. സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായി TCL പ്രസിഡന്റും അധ്യക്ഷനുമായ സുധീർ ചക്കരക്കാട്ടിലിനെ ഈ വേദിയിലേക്ക് ഞാൻ ആശംസിക്കുന്നു. അടുത്തതായി 11ാം വാർഡ് മെമ്പർ ശ്രീ ഷെരീഫ് ഹാജിയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 12ാം വാർഡ് മെമ്പർ ശ്രീമതി ഗായത്രി വാസനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന ശ്രീ ഡോക്ടർ ഷോയ്സിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രവാസി സംഘം പ്രതിനിധി ഷംസു പാലക്കാട്ടിലിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ സെയ്തു എരുത്തിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. TPL പ്രസിഡന്റ് ശ്രീ സൈഫുദ്ദീൻ തോപ്പിലിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. TPL പ്രസിഡന്റ് ശ്രീ ഫിജാസ് പുന്നക്കപ്പറമ്പിലിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്ഷണം സ്വീകരിച്ചിവിടെത്തിയ എല്ലാ മാനേജർമാരെയും കളിക്കാരെയും നാട്ടുകാരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ക്രിക്കറ്റ് പ്രേമികളെ, തുരുത്ത് നിവാസികളെ, കഴിഞ്ഞ 3 മാസത്തോളമായി തുരുത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തുരുത്ത് ക്രിക്കറ്റ് ലീഗ് സീസൺ 8 ഇന്നിവിടെ സമാപിക്കുകയാണ്. ഏകദേശം 92 കളിക്കാർ പങ്കെടുത്ത 8 ടീമുകളുണ്ടായിരുന്ന TCL സീസൺ 8 വളരെ ഭംഗിയായി തന്നെ നടത്തുവാൻ TCL 8 കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനായി സഹകരിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, തുരുത്തിലെ ക്രിക്കറ്റ് പ്രേമികളുടെ ഈ കൂട്ടായ്മ കഴിഞ്ഞ 8 വർഷമായിട്ട് വളരെ ഭംഗിയായി ഈ ഒരു സംരംഭം നടത്തി വരികയാണ്. കഴിഞ്ഞ തവണ 6 ടീമുണ്ടായിരുന്നു. ഈ തവണ അത് 8 ടീമായി ഉയർത്തണമെന്ന് തീരുമാനിക്കുകയും അതിൻ പ്രകാരം
തുരുത്തിലുള്ള ക്രിക്കറ്റ് പ്രേമികളെ കണ്ട് കളിക്കാൻ താല്പര്യമുള്ളവരെ നമ്മൾ പേഴ്സണലായിട്ട് കണ്ട് അവരെ ചേർത്ത്, കൂടാതെ തുരുത്തിന് പുറമേയുള്ള കുറച്ച് കളിക്കാരെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്രയും കളിക്കാരെ നമ്മൾ ഒപ്പിച്ച് കളി നടത്തിയത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നും ഞങ്ങളെപ്പോലുള്ള 40-ന് മുകളിലുള്ള ആൾക്കാരാണ് ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാനായാലും ഇതിനെല്ലാം ഇറങ്ങി നടക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതിൽ നിന്നൊരു മാറ്റം നമ്മൾ വരുത്തണം. അടുത്ത സീസണിൽ കഴിയുന്ന എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇതിൽ ഒരു കാര്യം പറയാനായിട്ട്, ഈ TCL 8 വിജയിപ്പിക്കുന്നതിനായി കഴിഞ്ഞ 3 മാസത്തോളമായിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, അവരുടെ ആ ഒരു ഒത്തൊരുമയും അവരുടെ ആ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇത് ഇത്ര വിജയകരമാക്കാൻ സാധിച്ചത്. ആ TCL 8 കമ്മിറ്റിയിലുള്ള എല്ലാ അംഗങ്ങളെയും ഞാൻ വാനോളം പുകഴ്ത്തുകയാണ്. അവർക്ക് ഒരു നിറഞ്ഞ കയ്യടി നിങ്ങൾ എല്ലാവരും കൊടുക്കണം. ഈ കയ്യടി മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. ഈ 3 മാസം ഇതിനു വേണ്ടി ഊണുറക്കം കഴിഞ്ഞിട്ട് ഒരാളും ഒരു നല്ല വാക്ക് പോലും പറയാറില്ല. ഇത് ഞങ്ങൾ മാത്രമല്ല, ഒരു കമ്മിറ്റിക്കാരെയും പറയാറില്ല. അപ്പൊ അവർക്ക് ഒരു നല്ല കയ്യടി നിങ്ങൾ കൊടുത്താൽ അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരം. ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോട് സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ സാമ്പത്തികമായി സഹായിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോട് സ്മരിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. ഉദ്ഘാടക പ്രസംഗം നടത്തുന്നതിനായി ഡോക്ടർ ഷോയ്സിനെ ക്ഷണിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ കാഴ്ചവെക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ എതിരാളികളെ ബഹുമാനിക്കുക, കളിയുടെ നിയമങ്ങൾ പാലിക്കുക, അച്ചടക്കം പാലിക്കുക. ഇവിടെ പറഞ്ഞ പോലെ യുവാക്കളുടെ ഒരു പാർട്ടിസിപ്പേഷൻ കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി അങ്ങനെ ഉണ്ടാവരുത്. കാരണം ഈ ക്രിക്കറ്റ് മാത്രമല്ല, ഏത് രീതിയിലുള്ള കായിക ഈ ഒരു ടൂർണമെന്റിലെ വിജയികളെയും സംഘാടകരെയും മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഈ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കാനായിട്ട് വാർഡ് മെമ്പർ ഷെരീഫ് ഹാജി അധ്യക്ഷൻ സുധീർ, ഇതിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ഇപ്പോൾ ഈ നാട്ടുകാരനുമായ ഡോക്ടർ വാർഡ് 12-ാം വാർഡ് മെമ്പർ എന്നുള്ളതൊരു നല്ലൊരു കടമ തന്നെയാണ്. അത് നിർവഹിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതിനെ ഒന്നിച്ച് കൊണ്ടു നടക്കാനുള്ള ഒരു ക്വാളിറ്റി ആ കമ്മിറ്റി. ബഹുമാനായ 12-ാം വാർഡ് മെമ്പർ ശ്രീ ഷെരീഫ് ഹാജി, മറ്റേ വേദിയിലും ക്ലാസ്സിലുമായിട്ടുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ TCL 8 സീസണിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. എന്തായാലും വളരെ നല്ല രീതിയിൽ ഈ മാച്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും, അതുപോലെ തന്നെ കളികളിൽ പങ്കെടുത്ത എല്ലാ യുവാക്കൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ യുവതലമുറ ഇപ്പോൾ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ മറ്റ് ദുഷ്മാർഗങ്ങളിലേക്ക് തിരിയാതെ എല്ലാ ചെറുപ്പക്കാർക്ക് ആവേശവും ഊർജവുമായിട്ട് ഇതുപോലെ തുരുത്തിന്റെ രണ്ടറ്റത്ത്, ഒരു സ്ഥലത്ത് TPL എന്ന പേര് തുരുത്ത് പ്രീമിയർ ലീഗ് ഫുട്ബോളിലും ഇവിടെ ക്രിക്കറ്റുമായിട്ട് മാച്ച് നടന്നുകൊണ്ടു പോകുന്നു. നമ്മുടെ കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് വരുന്നത് നമ്മുടെ യുവതലമുറയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഭാവി ഉണ്ടാകുന്നതിന് എന്ന് ഉറപ്പുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ കളികൾക്ക് പ്രചോദനമായിക്കൊണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിലവിലുള്ള മെമ്പർമാർ എന്ന നിലയിൽ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ആശംസകൾ അർപ്പിക്കാൻ നമ്മുടെ സെയ്ദുഖാൻ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, കളിക്കുന്ന പിള്ളേരെ എല്ലാവർക്കും, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉദ്ഘാടനം ഡോക്ടർക്ക്, പിന്നെ എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇതിൻ്റെ സ്പോർട്സ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഇതിന്
മുമ്പോട്ട് വരണം. കളിക്കാനും അതിൻ്റെ കളിയുടെ ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി എല്ലാവരും മുമ്പോട്ട് വരണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സ്പോൺസറാവാൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷിക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്ന് നല്ല രീതിയിൽ സുഖമായിട്ട് അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കെന്നാൽ സമ്മാനദാനത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിശിഷ്ട വ്യക്തികൾക്ക് പോകാൻ തിരക്കുണ്ട്. ആദ്യമായി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പാണ്. സെലക്ട് ചെയ്യും. അപ്പൊ ഒന്നാമത്തെ കൂപ്പൺ നമ്പർ വന്നിരിക്കുന്നത് 927 10 കിലോ അരിയുടെ ഒന്നാം കൂപ്പൺ 927. ആരിലുണ്ടെങ്കിൽ വരിക, ഇല്ലെങ്കിൽ ഞങ്ങൾ കമ്മിറ്റിയെ ബന്ധപ്പെടുക. പേരില്ല 927. അടുത്തത് നറുക്കെടുത്തിരിക്കുന്നത് 10 കിലോ അരിയുടെ രണ്ടാമത്തെ കൂപ്പൺ 752. കൂപ്പൺ നമ്പർ 752 അൻസിൽ പേലിൽ 10 കിലോ അരി അടിച്ചിരിക്കുകയാണ്. അടുത്തത് മൂന്നാം നമ്പർ എടുക്കുകയാണ്. നമ്പർ 603 ആദർശ് കെയർ ഓഫ് തീർന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആളുണ്ട്, അപ്പൊ ഇത് നോട്ട് ചെയ്തിരിക്കുന്നു. അടുത്ത 4-ാം നമ്പറാണ്. 10 കിലോ അരിക്കുള്ള 4-ാം നമ്പർ 1464 സലാം പുറയാർ. 10 കിലോയുടെ അവസാന കൂപ്പൺ നമ്പറാണ്. കൂപ്പൺ നമ്പർ 1497. അതേ ആൾക്കാരെയാണ് അടിച്ചിരിക്കുന്നത്, സലാം പുറയാർ. 2 10 20 കിലോ അരി അടിച്ചിരിക്കുകയാണ്. അടുത്ത 4-ാം സമ്മാനമാണ്. 4-ാം സമ്മാനം നമുക്ക് കൂപ്പണിൽ വന്നിരിക്കുന്നത് നോൺ സ്റ്റിക് പാൻ ആണ്. 3 പേർക്കുണ്ട്. അതിൽ ഒന്നാമത്തെ കൂപ്പൺ 809 സേവിയാർ തുരുത്ത്. രണ്ടാം കൂപ്പൺ നോൺ സ്റ്റിക് പാനിന്റെ 2-ാം നമ്പർ 514 ഫ്രസ്റ്റോ എന്ന് എഴുതിയിട്ടുണ്ട്. 514 കൂപ്പൺ നമ്പർ. ഫോൺ നമ്പറിനകത്തുണ്ട് കേട്ടോ. ഫോൺ നമ്പർ ഉണ്ട്, വിളിച്ചോളാം. അടുത്ത ലാസ്റ്റ് കൂപ്പൺ നമ്പറാണ് 812. കൂപ്പൺ നമ്പർ 812 ശിവൻ ഒലങ്ങിൽ. അടുത്ത 3-ാം സമ്മാനം 5 ലിറ്റർ കുക്കർ. 5 ലിറ്റർ കുക്കർ 3 പേർക്കുണ്ട്. 1-ാം നമ്പർ. കൂപ്പൺ നമ്പർ 785 പേര് റസാഖ്. 785 റസാഖ്. ഫോൺ നമ്പർ ഉണ്ട് 9947155829. ആളുണ്ട്. സമ്മാനം കൊടുക്കുന്നതിനായി ഡോക്ടറെ ക്ഷണിക്കുന്നു. കൂപ്പൺ കാണിക്കണം കേട്ടോ റസാഖ്. അപ്പൊ 5 ലിറ്റർ കുക്കർ ആ കുക്കർ കിട്ടി. അടുത്ത നമ്പർ കുക്കറിനുള്ളത് 881. പേര് ബാബു കെയർ ഓഫ് ജിനു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ജിനുവിന്റെ അച്ഛനാണെന്ന് സംശയമുണ്ട്. ബാബുവിനെ എഴുതിയിരിക്കണം. ബാബു ജിനുവിനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഉണ്ട് 881. കൂപ്പൺ വന്നാൽ കൊടുക്കും. ലാസ്റ്റ് കുക്കറിനുള്ള നമ്പറാണ് 506 ഷാസിയ. 506 ഷാസിയ. കുക്കർ അവസാനിച്ചിരിക്കുകയാണ്. ഇനി 2-ാം സമ്മാനം സീലിംഗ് ഫാനാണ്. ഒരേ ഒരു നമ്പർ ഉള്ളത്. ആ നമ്പർ എടുക്കുകയാണ്. നമ്പർ എടുക്കുന്നത് ക്ഷണിക്കുന്നു. നമ്പർ 1 സെലക്ട്. 2-ാം സമ്മാനം സീലിംഗ് ഫാൻ.
നമ്പർ 1019 ആബിദ കുറുമങ്കുടി. ഉമ്മച്ചിയുടെ സിറാജിന്റെ വീട്ടിലൊക്കെ അടിച്ചത്. രണ്ടാം സമ്മാനം സീലിംഗ് ഫാൻ. സമ്മാനം കൊടുക്കുന്നതിനായി ഷെരീഫ് ഹാജി ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം അടുത്തു ചേച്ചി അടുത്ത് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായ സീലിംഗ് ഫാൻ അടിച്ചിരിക്കുന്നത് സിറാജിന്റെ വീട്ടിലേക്ക്. അടുത്ത ഒന്നാം സമ്മാനം മിക്സി. ആരാണ് ആ ഭാഗ്യവാൻ? കൂപ്പൺ സെലക്ട് ചെയ്യാം. ഷെരീഫ് ഹാജി കൂപ്പൺ ഒക്കെ സെലക്ട് ചെയ്യാം. ഒന്നാം സമ്മാനം കൊടുക്കുന്നതിനായി ഗായത്രി വാസിനെ ക്ഷണിക്കുന്നു. വീണ്ടും സിറാജിനെ തന്നെ അടിച്ചിരിക്കുകയാണ്. ആബിദ കുറുമങ്കുടി. സമ്മാനം കൊടുക്കുന്നത് ഗായത്രി വാസി. ചേച്ചി ഇപ്പഴത്തേക്ക് സിറാജേ നോക്കിക്കോ. 4 വിക്കറ്റ് എടുത്ത സനൂപാണ് കളിയിലെ താരം. സനൂപിന് അവാർഡ് കൊടുക്കുന്നതിനായി 12ാം വാർഡ് മെമ്പർ ഗായത്രി വാസിനെ ക്ഷണിക്കുന്നു. നല്ലൊരു ഗൈഡ് എല്ലാവരും കൊടുക്കുക. സനൂപ് മികച്ചൊരു കളി തന്നെയാണ് ഈ സീസൺ മൊത്തത്തിൽ. സനൂപ് ഈ സീസണിലും മികച്ച കളി തന്നെയാണ് എല്ലാ കളികളിലും പുറത്തിരിക്കുന്നത്. ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു സനൂപ്. ഈ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മനോജ് പുറയാറാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി കൊടുക്കുക. മനോജ് പുറയാർ. അടുത്തതായി ഈ ടൂർണമെന്റിലുടനീളം ബെസ്റ്റ് ബാറ്റിംഗ് കാഴ്ചവെച്ച താരത്തിനുള്ള അവാർഡാണ്. ബെസ്റ്റ് ബാറ്ററായി ഈ ടൂർണമെന്റ് തെരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, എല്ലാവർക്കും അറിയാം, നമ്മുടെ മുബാറക്, സ്വന്തം മുബാറക്, തുരുത്തിന്റെ മരുമോൻ സ്വന്തം മുബാറക്കാണ് ഈ അവാർഡിന് അർഹമായിരിക്കുന്നത്. ബെസ്റ്റ് ബാറ്റർ ആ മാനേജർ വാങ്ങിക്കാമോ? ഭയങ്കര കളി കളിച്ചേനെ. അടുത്ത ബെസ്റ്റ് ബൗളറാണ്. ഈ ടൂർണമെന്റിലെ ഏറ്റവും ബെസ്റ്റ് ബൗളറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഹാരിസിനെയാണ്. PCL കമ്മിറ്റി അംഗവും ടെർമിനേറ്ററിന്റെ കുന്തമുനയുമായ ഹാരിസാണ് ഇത്തവണത്തെ ബെസ്റ്റ് ബൗളർ. നല്ലൊരു കളി ഹാരിസിന് കൊടുക്കുക. അടുത്ത ബെസ്റ്റ് ഫീൽഡറിനുള്ള അവാർഡാണ്. ഗ്രൗണ്ടിലുടനീളം ആ താരം അവിടെ ഉണ്ടെങ്കിൽ ബാറ്റ്സ്മാൻ ഒന്ന് വിറക്കും അങ്ങോട്ട് അടിക്കാൻ. കാരണം പറക്കുകയാണോ, ഓടുകയാണോ, ചാടുകയാണോ ഒന്നും അറിയാൻ വയ്യ. അങ്ങനത്തെ ഒരു പ്ലെയർ ടെർമിനേറ്ററിന്റെ അസിയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നല്ലൊരു ഫീൽഡറായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അസിക്ക് പ്രത്യേക അവാർഡ്. അസിയില്ല, അസിക്ക് പകരം അജാസ് വാങ്ങിക്കുന്നു അവാർഡ്. അടുത്തത് നമ്മുടെ ബെസ്റ്റ് കീപ്പറിനുള്ള അവാർഡാണ്. ബെസ്റ്റ് കീപ്പർ അറിയാം, നിങ്ങൾക്കറിയാം, ഭയങ്കര മൈൻഡ് ഇട്ട് നിൽക്കേണ്ട ഒരു പ്ലെയർ തന്നെയാണ് ബെസ്റ്റ് കീപ്പർ. കാരണം നമ്മൾ അറിയാവുന്നതാണ്, പല റൺഔട്ടുകളും വളരെ മിനിമം ചാൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ടിരുന്ന് പോലും നമുക്ക് ഔട്ടായിട്ട് പല ബാറ്റ്സ്മാരും കയറി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ആ കീപ്പർ കാരണം. മറ്റാരുമല്ലാതെ നമ്മുടെ ബെസ്റ്റ് കീപ്പറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ടെർമിനേറ്ററിലെ കബീറിനെയാണ്. പല ട്രിക്കുകൾ കൂടിയും ബാറ്റ്സ്മാൻമാർ ഔട്ടാക്കിക്കൊണ്ടിരുന്ന കബീറിന് നല്ലൊരു കൈയ്യടി. അടുത്തത് നമ്മുടെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ MVP ആണ് ഈ ടൂർണമെന്റിൽ താരം. അത് നമ്മൾ നോക്കുമ്പോൾ ബോൾ ചെയ്യണം, ബാറ്റ് ചെയ്യണം, എല്ലാം ഉണ്ടാവണം. അതെല്ലാം കണക്കാക്കിയാണ് നമ്മൾ MVP-നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലേക്ക് നിറയെ കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ട്.
പല ബാറ്റ്സ്മാൻമാരും പല ബോളേഴ്സും എല്ലാം ഈ MVP യിലേക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ തവണത്തെ MVP ആയി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, അജാസ്, ടെർമിനേറ്ററിന്റെ അജാസ്. ഷംസു കൊടുക്കുന്നു. പ്രവാസി MVP-ക്ക് നല്ലൊരു കൈയടി. അടുത്തത് എമർജിംഗ് പ്ലെയറിനുള്ള അവാർഡാണ്. ഈ വർഷത്തെ എമർജിംഗ് പ്ലെയർ ആയിട്ട് നമ്മൾ തെരഞ്ഞെടുക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ, നമ്മളൊരു പ്രായം നോക്കിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ തവണ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നമ്മളെ അമ്പരപ്പിച്ച, ഈ സീസൺ അമ്പരപ്പിച്ച നമ്മുടെ കൊച്ചുപയ്യൻ അഫ്സൽ സുധീറിനെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവാർഡ് കൊടുക്കുന്നത് എമർജിംഗ് പ്ലെയർ അഫ്സൽ സുധീർ. ബാറ്റ്സ്മാൻമാരെ വട്ടം കറക്കിയ ബോളർ, ബോളർമാരെ അടിച്ചു പരത്തിയ ബാറ്റ്സ്മാൻ. എമർജിംഗ് പ്ലെയർ അഫ്സൽ സുധീർ. നമുക്ക് വെറ്ററൻസിന്റെ നമ്മളൊരു കളി ഇന്ന് ഫൈനലായിട്ട് വച്ചിരുന്നു. നമ്മൾ വിശിഷ്ടാതിഥികൾ അറിയാൻ വേണ്ടിയാണ്. അത് കളിച്ചത് പലരും വയസ്സായവർ, 50-55 വയസ്സായ നമ്മുടെ പഴയ പ്ലേയേഴ്സിനെ വിളിച്ച് നമ്മളൊരു കളി വച്ചിരുന്നു. അതിൽ 2 ടീമായിട്ട് തിരിച്ചു. നമ്മൾ ഒന്ന് പടിഞ്ഞാറ്, ഒന്ന് കിഴക്ക്. അങ്ങനെ പടിഞ്ഞാറിനെ തോൽപ്പിച്ച് കിഴക്കാണ് ഇന്ന് വിൻ ചെയ്തിരിക്കുന്നത്. അതിൽ പല നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ കളിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കളി നടന്നത്. ഇത്തവണ വെറ്ററൻസ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് റണ്ണേഴ്സ് അപ്പിനോ ട്രോഫിയാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഈസ്റ്റ് റെസിഡന്റ് അസോസിയേഷൻ ആണ് നമ്മൾ ഈ റണ്ണേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ടീമാണ് നമ്മൾ റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫി അർഹമായിരിക്കുന്നത്. പടിഞ്ഞാറിന്റെ ക്യാപ്റ്റൻ ഷാനുക്ക ഒന്ന് വാങ്ങിക്കണം. ഷെരീഫ് ഹാജി വായിച്ചു. അടുത്ത വെറ്ററൻസിനുള്ള വിന്നേഴ്സിനുള്ള ട്രോഫിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പെരിയാർ റെസിഡൻസ് അസോസിയേഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന വിന്നേഴ്സ് ട്രോഫി വളരെ ഭംഗിയായി കളിച്ച് പടിഞ്ഞാറ് ടീമിനെ തോൽപ്പിച്ച കിഴക്ക് ടീമിന്റെ ക്യാപ്റ്റൻ ഷമീർ മണിച്ചേരി. അവാർഡ് കൊടുക്കുന്നത് ഷെരീഫ് ഹാജി. നമ്മൾ വെറ്ററൻസിന് നമ്മൾ ഒരു ട്രോഫി കൂടാതെ ഒരു പഴക്കൊല കൂടി ഓഫർ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ അവസരത്തിൽ കൊടുക്കുകയാണ്. പഴക്കൊല വാങ്ങാൻ ടീമംഗങ്ങൾ എല്ലാവരും ഉണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുമിച്ച് വന്ന് വാങ്ങിക്കണം. ടീമംഗങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹാരിസ് കാക്കുളം. ഒടിഞ്ഞ കൊല കൊടുത്തിട്ടുണ്ടോ? ഒടിഞ്ഞ കൊല. റസാക്കിലെല്ലാം ബാറ്റിംഗ് കാണുമായിരുന്നു. ഇടത്തോട്ട് മാത്രം, ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ. ട്രോഫി ഉണ്ട്, അതാണ് ഈ സീസൺ 8-ന്റെ ടീമംഗങ്ങൾക്കുള്ള അവാർഡാണ്. ഈ സീസണിലെ 4ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് സിറാജ് മാനേജറായിട്ടുള്ള കിവീസ് ആണ്. കിവീസിന്റെ മാനേജർ ഷംസു പാലക്കാടിൽ കൊടുക്കുന്നു. കിവീസിന്റെ മാനേജറെ ക്ഷണിക്കുന്നു. 4th പ്ലേസിനുള്ള അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷംസു പാലക്കാടിലാണ്. നല്ലൊരു കൈഡി ഷംസു പാലക്കാടിന് 4th പ്ലേസിനുള്ള അവാർഡ്. ഷംസു തന്നെ നമ്മൾ അവാർഡ് കൊടുക്കുന്നു. ഇതുകൂടാതെ ട്രോഫി കൂടാതെ നമുക്ക് ക്യാഷ് അവാർഡ് ഉണ്ട് 1500 രൂപ. അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അടുത്ത 3rd പ്രൈസിനുള്ള അവാർഡാണ്. 3rd പ്രൈസ് വീണ്ടും ഈ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഷംസു പാലക്കാടിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഷംസു പാലക്കാടിലെ തന്നെ ഈ ട്രോഫി കൊടുക്കുന്നു. 3rd പ്രൈസ് നമ്മൾ വന്നിരിക്കുന്നത് സൈഫോ തോപ്പിൽ മാനേജറായിട്ടുള്ള കിങ്സ് യുണൈറ്റഡ് ആണ്. കിങ്സ് യുണൈറ്റഡിന്റെ മാനേജർ ക്ഷണിക്കുന്നു. ഷംസു തോപ്പിൽ കൊടുക്കുന്നു.
കൂടാതെ ലീഗ് ടോപ്പറിനുള്ള ഒരു അവാർഡ് നമുക്ക് ലീഗ് ടോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ച കളികളെല്ലാം ജയിച്ച് എല്ലാ ടീമിന്റെയും മേലെ പോയിന്റ് വന്ന ഒരു ടീമിന് നമ്മൾ ലീഗിൽ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പെപ്സും കിങ്സ് യുണൈറ്റഡും തമ്മിൽ. അങ്ങനെ കിങ്സ് യുണൈറ്റഡ് ആണ് ആ ലീഗ് ടോപ്പർ ആയിരിക്കുന്നത്. എഗെയിൻ വാങ്ങിക്കാനായിട്ട് സൈഫു തോപ്പിലെ മാനേജറായ സൈഫു തോപ്പിനെ ക്ഷണിക്കുന്നു. ക്യാപ്റ്റൻ സുധീർ മണിച്ചേരി, സുധീർ ചക്രക്കാട്ട്. ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ സുധീർക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സുധീറാണ് ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീമിനെ കൊണ്ടുപോണ ഒരു ക്യാപ്റ്റൻ തന്നെയായിരുന്നു സുധീർ. സുധീറിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. രണ്ടും ഒരുമിച്ച് കൊടുത്തിച്ചേടാ. റോളിംഗ് ഒരുമിച്ച് കൊടുത്തായി. കഴിഞ്ഞ 2 കളികളിലെ മാൻ ഓഫ് ദി മാച്ച് പെൻഡിംഗ് ഉണ്ട് കൊടുക്കാനായിട്ട്. അതുകൂടി കൊടുത്ത് നമ്മൾ മെയിൻ ട്രോഫികളിലേക്ക് കടക്കുകയാണ്. ട്രോഫി കൊടുക്കുന്നതിനായിട്ട് ആരിഫിനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ഹാരിസ്. സെക്രട്ടറി സിറാജ് ഒരു അവാർഡ് കൊടുത്തു. ഫോളോ എടുക്കണ്ടല്ലേ, ഇത് കട്ട് ചെയ്യണ്ട. അടുത്ത മാച്ച് വാങ്ങിക്കാനായിട്ട് അജാസിനെ ക്ഷണിക്കുന്നു. സിറാജ് എന്ന പറഞ്ഞു. അടുത്ത നമ്മുടെ ഈ ടൂർണമെന്റ് നമ്മൾ ഇവിടെ കാണാൻ വന്നില്ലെങ്കിൽ പോലും നമുക്ക് പുറത്തിരുന്ന് കാണാൻ പറ്റുന്നത് നമ്മൾ 2 പേരുടെ സഹായത്തോടു കൂടിയാണ്. ഒന്നൊരു ക്യാമറ, ലൈവ് ക്യാമറ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ആപ്പാണ്, എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ കളികളും സ്കോറും എല്ലാം ലൈവായിട്ട് കാണാൻ പറ്റും. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ ക്യാമറാമാനാണ്. ക്യാമറാമാൻ വേറെ ആരുമല്ല, നമ്മുടെ അൽഷാദ് കടമോൻ, നമ്മുടെ റിഹാനാണ്. റിഹാന് ഒരു കോമന്റ് കൊടുക്കാൻ അടുത്ത സ്ട്രൈക്കേഴ്സ് 11 മാനേജർ ബിജുവിനെ ക്ഷണിക്കുന്നു. കിങ്സ് യുണൈറ്റഡിന്റെ സേഫിനെ ക്ഷണിക്കുന്നു. കിവീസിന്റെ മാനേജർ പെപ്സിന്റെ മാനേജർ റഫീഖ്. എവർ റോളിംഗ് ട്രോഫി നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. സ്പോൺസർ ചെയ്യുന്ന എവർ റോളിംഗ് ട്രോഫി ഫസ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എവറിത്തിങ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്. സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് അജി കുമാർ ആൻഡ് ഡോക്ടർ മഞ്ജു ആണ്. അവർക്ക് പ്രത്യേക കൈയടിയും നന്ദിയും അറിയിക്കുന്നു. സെക്കൻഡ് എവർ റോളിംഗ് ട്രോഫി ക്യാപ്റ്റനും എല്ലാ അംഗങ്ങളെയും എവർ റോളിംഗ് ട്രോഫി വാങ്ങിക്കാൻ ക്ഷണിക്കുന്നു. കൂടാതെ ക്യാഷ് പ്രൈസ് എല്ലാവരും വാ. മഞ്ഞപ്പട വരട്ടെ. ഇത് എവർ റോളിംഗ് ട്രോഫിയാണ്. ഒരു ടീമിന് വേണ്ടി ഒരു പെർമനന്റ് ട്രോഫിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും വാങ്ങിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടും പിടിച്ചോ അതുകൊണ്ട് പിടിച്ചോ. ഒരാൾ മേടിച്ചാൽ വെറുതെ അത് താഴേക്ക് പിടിച്ചോ. ഇതിനല്ലേ കണ്ടേഴ്സപ്പിന്റെ താഴെ പിടിച്ചോ. ഓക്കെ നോക്കേ
റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫിയാണ് ടെർമിനേറ്റേഴ്സ് വാങ്ങിയിരിക്കുന്നത്. എല്ലാ ടീം അംഗങ്ങൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. തിരുത്തിയിൽ സ്റ്റീൽസ് ആൻഡ് സിമന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന വിന്നേഴ്സിനുള്ള ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നത് പെപ്സി 11. അതേപോലെ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 10,000 രൂപ ക്യാഷ് പ്രൈസിനുള്ള വിന്നേഴ്സ് ട്രോഫി ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുത്ത് പ്രവാസി സംഘമാണ്. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. എല്ലാവരും അതുകൊണ്ട് പിടി സെന്ററിൽ ക്യാപ്പിടാ ഡോക്ടർ അത് ഇത്തിരി താഴെ പിടി. ഞങ്ങൾക്ക് ഫോട്ടോ അങ്ങോട്ട് ചെല്ല, അടുത്തേക്കല്ലേ ചെല്ലടാ. മുന്നോട്ട് വരും. നിങ്ങൾ കയറുക എടുക്കണത് കറക്റ്റ്. ഈ TCL-നെ സഹായിച്ച, TCL-മായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി TCL കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ സമാപന സമ്മേളനം അവസാനിക്കുന്നു. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ആൻസലിനോട് 2 കൊടുത്തോട്ടാ. പുന്നക്കപ്പറമ്പലിനെ ക്ഷണിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കബീറിനെ ക്ഷണിക്കുന്നു. ആദ്യം സ്റ്റേഡിയത്തിൽ